വെൽക്കം ടു സൈലം ലേണിംഗ്. സോ മക്കളെ, നിങ്ങൾ എല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ എക്സാം ഒക്കെ വരാനായിട്ടുണ്ട്. സോ പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, എന്തെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചില ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കഥയിലെ ചിത്രങ്ങളും വാക്യങ്ങളും തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മക്കൾ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ മക്കൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചില വാക്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഈ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഇതിലേതാണ് എന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് യോജിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. തുമ്പിക്കൈയിൽ കടിച്ചു, കൂട്ടുകാർ ഉറുമ്പിന്റെ അടുത്തെത്തി, ആന ഓടി, ഞാൻ വരാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു സൈഡിൽ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെയുള്ള ചിത്രങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇതാ എല്ലാവരും കൂടി നമ്മുടെ ഉറുമ്പിന്റെ കുറെ കൂട്ടുകാരാന്ന് തോന്നുന്നു, അവരെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഇതാ ഉറുമ്പ് എന്തോ ഒരു ഡയലോഗ് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഉറുമ്പ് നമ്മുടെ ആനയുടെ തുമ്പിക്കൈയിൽ കടിക്കുന്ന ഒരു രംഗമാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ആനയാണെങ്കിൽ ജീവനം കൊണ്ട് ഓടുന്ന ഒരു രംഗമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ചിത്രം ഏത് വാക്യവുമായിട്ടാണ് ചേരുന്നത്? യെസ്, ഇതാ കൂട്ടുകാർ ഉറുമ്പിന്റെ അടുത്തെത്തി. ഇനി രണ്ടാമത്തെ വാക്യം നോക്കിക്കേ, അവിടെ നമ്മുടെ ഉറുമ്പ് എന്തോ പറയുവാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ചിത്രങ്ങളിലേക്ക് നോക്കിയാലും മതി. നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത ചിത്രവും അതിനുശേഷമുള്ളതൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ അത് ഫൈനലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എനിവേ നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കുവാണെങ്കിൽ ഇവിടെ ഇതാ നമ്മുടെ ആനയുടെ തുമ്പിക്കൈയിൽ ഇതാ നമ്മുടെ ഉറുമ്പ് കടിക്കുവാണ്. അത് നമുക്ക് ഈസി ആയിട്ട് വാക്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താണ്? തുമ്പിക്കൈയിൽ കടിച്ചു. ഇനി അടുത്തത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ആന ഓടുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാ ആന ഓടി. അപ്പൊ ഏതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ചിത്രവുമായിട്ട് ചേരുന്ന വാക്യം? യെസ്, ഞാൻ വരാം. കാരണം ഇത് നമുക്ക് ആദ്യമേ ചെയ്യാം. പക്ഷെ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ചിത്രം അവിടെ വെച്ചിട്ട് തൊട്ടടുത്ത ചിത്രവുമായിട്ട് ഉള്ള വാക്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ലാസ്റ്റ് എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. തേൻ കുടിക്കാനായി പൂവ് അവളുടെ കൂട്ടുകാരെ വിളിച്ചു. ആരെയെല്ലാമാണ് അവൾ വിളിച്ചിരിക്കുക? അവരെ പൂവിലേക്ക് വരച്ചു ചേർക്കൂ. പൂവ് ചിരിച്ചു എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അവിടെ നമ്മൾ പൂവിനെ കുറച്ച് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ തേൻ കുടിക്കാനായിട്ട് പൂവ് അവളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച ഒരു രംഗമാണ് കാണാനായിട്ട് പറ്റുന്നത്. ആരെയൊക്കെയാണ് വിളിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഇവിടെ ഇതാ പൂവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പൂവിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കാം. യെസ്, ആ പൂവിന്റെ കൂട്ടുകാരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഒരു പൂമ്പാറ്റനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യെസ്, പൂമ്പാറ്റ എന്ന് പറയുന്നത് പൂവിന്റെ കൂട്ടുകാരനാണ്. ഇനി അടുത്തത് ഒരു പൂച്ചയാണ്, ഒരു ക്യാറ്റാണ്. ക്യാറ്റ് എന്താണ് പൂവിന്റെ കൂട്ടുകാരനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ഫിഷ് ഉണ്ട്, അതിനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഇതാ ഒരു വണ്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വണ്ട് എന്ന് പറയുന്നതും പൂമ്പാറ്റ എന്ന് പറയുന്നത് പ്രാണി എന്ന് പറയുന്നതും ഒക്കെ എന്താണ്, തേൻ കുടിക്കാനൊക്കെ ആയിട്ട് പൂവിനെ ആശ്രയിക്കുന്ന ആൾക്കാരാണല്ലേ. ഇനി അടുത്തൊരു കോഴി ചേച്ചിയുണ്ട്. അപ്പൊ കോഴീനെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം അല്ലെ. ഇനി ഇവിടെ ഇതാ നമ്മുടെ ആരാണ്, തേൻകുരുവി ഉണ്ട് അല്ലെ. അപ്പൊ തേൻകുരുവി എന്ന് പറയുന്നതും നമ്മുടെ പൂവിന്റെ കൂട്ടുകാരനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പൂവിന്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ നോക്കിയത്. യെസ്, നമ്മൾ ആരൊക്കെ ഒഴിവാക്കിയത്? നമ്മൾ ക്യാറ്റിനെ ഒഴിവാക്കി, ഫിഷിനെ ഒഴിവാക്കി, ആൻഡ് ഹെൻ അതായത് കോഴീനെ നമ്മൾ ഒഴിവാക്കി. ആരൊക്കെയാണ് ഇവിടെ കൂട്ടുകാരായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്? ബട്ടർഫ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ വണ്ടുണ്ട്, പിന്നെ നമ്മുടെ തേൻകുരുവി. ഓക്കെ, തേൻകുരുവിനെയാണ് നമ്മൾ പൂവ് ചിരിച്ചു എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്ത് തന്നെ കാണുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത് നമുക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? സോ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. സോ അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം എൻ്റെ മക്കൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.